നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾ തൊഴിൽദാതാക്കളാകണമെന്ന് ഗവർണർ. കാർഷിക സർവകലാശാല ബിരുദദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ. MG റോഡിലെ അപകട മരണം. കോൺഗ്രസ് BJP പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം. പുത്തൂർ മാന്നാമംഗലം റോഡിൽ കട്ടിങ്ങിൽ റോഡിലേക്ക് വൻ മരം കടപുഴകി വീണ വാഹന ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. പീച്ചി അണക്കെട്ടിലെ ജലസംഭരണ നിരപ്പ് 75.90 മീറ്റർ എത്തിയതിനാൽ 29-ന് ജലം തുറന്നുവിടുമെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. കേരള കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങ്. വിദ്യാർത്ഥികൾ തൊഴിൽ ദാതാക്കളാകണമെന്ന് ഗവർണർ. തൊഴിൽ അന്വേഷകരാകാതെ തൊഴിൽ ദാതാക്കളായി മാറാൻ ഓരോ വിദ്യാർത്ഥിയും പരിശ്രമിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഭാവിക്കായി യുവജനങ്ങൾ തങ്ങളുടെ കഴിവുകൾ സംരംഭകത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയുടെ പശ്ചാത്തലത്തിൽ പുതിയ ആശയങ്ങളുമായി യുവാക്കൾ സംരംഭകത്വത്തിലേക്ക് കടന്നു വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്ന തൊഴിൽ ഉറപ്പായ ദാരിദ്ര്യത്തിലേക്ക് നയിച്ചേക്കാം. എന്നാൽ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന യുവാക്കൾക്ക് സമൃദ്ധിയിലേക്കുള്ള വാതിൽ തുറക്കാനാകും. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഓരോ വ്യക്തിക്കും പങ്കുണ്ടെന്നും ഗവർണർ ഓർമ്മിപ്പിച്ചു. നാം ഓരോരുത്തരും വ്യത്യസ്തമായി ചിന്തിക്കണം. കൃഷിയിലും കാർഷിക മേഖലയിലും നിരവധി അവസരങ്ങൾ യുവാക്കളെ കാത്തിരിക്കുന്നുണ്ട്. തൊഴിൽ ദാതാക്കളാകാനുള്ള അഭിവാഞ്ചയും വിശാലമായ കാഴ്ചപ്പാടും ധൈര്യവും യുവാക്കൾക്കുണ്ടാകണം. അതിനുള്ള കഴിവുള്ളവരാണ് യുവതലമുറയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാർഷിക മേഖലയിലെ സംരംഭകർക്കായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവസരങ്ങൾ യുവാക്കൾക്കായി കാത്തിരിക്കുകയാണ്. സർക്കാരുകൾ ആവശ്യമായ പിന്തുണയും നൽകും. എന്നാൽ വെല്ലുവിളികൾ ഏറ്റെടുത്ത യുവാക്കൾ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സർവകലാശാലയിലെ ഇൻക്യുബേറ്റർ സെന്ററുകളും സംരംഭകത്വ വികസന പരിപാടികളും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുമെന്നും ഗവർണർ ഉറപ്പു നൽകി. കീടനാശിനികളില്ലാത്ത ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ നാച്ചുറൽ ഫാമിംഗിന്റെ സാധ്യതകൾ സംസ്ഥാനം ഉപയോഗപ്പെടുത്തണമെന്നും ഗവർണർ പറഞ്ഞു. കഠിനാധ്വാനം ചെയ്ത ഈ വിദ്യാർത്ഥികൾക്കും അവരുടെ വിജയത്തിന് വഴിയൊരുക്കിയ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഇത് അഭിമാന നിമിഷമാണെന്നും ഗവർണർ പറഞ്ഞു. കാർഷിക സർവകലാശാല പ്രോ ചാൻസലറും കൃഷി വകുപ്പ് മന്ത്രിയുമായ P. പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയ നൂതന വിവര സാങ്കേതിക വിദ്യകൾ കാർഷിക മേഖലയിലേക്ക് കടന്നുവന്നത് മനുഷ്യാധ്വാനത്തിന്റെ കുറവ് വരുത്താനും വരുമാനം വർദ്ധിപ്പിക്കാനും സഹായിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. ഇവ കേരളത്തിലെ കാർഷിക മേഖലകളിൽ പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത്. ഈ പ്രയത്നങ്ങൾക്ക് ആവശ്യമായ ഊർജവും ശക്തിയും പ്രദാനം ചെയ്യുന്നത് കേരള കാർഷിക സർവകലാശാലയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാമൂഹിക പ്രതിബദ്ധത ഏറ്റവും അനിവാര്യമായ മേഖലകളിലൊന്നാണ് കാർഷിക മേഖലയെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള കർഷകന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനായി പ്രവർത്തിക്കേണ്ടത് ബിരുദധാരികളായ ഓരോരുത്തരുടെയും കടമയാണ്. കർഷകരുടെ വരുമാനം ഉയർന്നാൽ മാത്രമേ കാർഷിക മേഖലയ്ക്ക് നിലനിൽപ്പുള്ളൂ. കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് പരിഹാരം കാണാൻ തങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് എല്ലാവരും പ്രതിജ്ഞയെടുക്കണം. സ്വപ്നങ്ങളും പ്രതീക്ഷകളും എത്ര വലുതാണെങ്കിലും മണ്ണിനെയും കർഷകരെയും മറക്കരുത്. അന്നദാതാക്കളായ കർഷകർ ഇല്ലെങ്കിൽ ജീവിതം അസാധ്യമാണെന്ന ചിന്ത സമൂഹവും സർക്കാരും ഒരുപോലെ ഉൾക്കൊള്ളണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വയനാട് ദുരന്തബാധിതർക്കായി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ധനസഹായമായ 25 ലക്ഷം രൂപ ഗവർണർ മന്ത്രിക്ക് കൈമാറി. യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഹാക്കറ്റ് പ്രൊഫസർ ഡോക്ടർ കടമ്പോട് സിദ്ദിഖ്, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ പോൾ തോമസ് എന്നിവർക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകി സർവകലാശാല ആദരിച്ചു. സ്ത്രീധനത്തിനെതിരെ കാർഷിക സർവകലാശാല വിദ്യാർത്ഥികൾ ഒപ്പുവെച്ച പ്രഖ്യാപനം കൃഷി വകുപ്പ് മന്ത്രി ഗവർണർക്ക് കൈമാറി. സർവകലാശാലയുടെ മയക്കുമരുന്നിനെതിരായ പ്രമേയം വൈസ് ചാൻസലർ
ഡോക്ടർ ബി അശോക് ചാൻസലർക്ക് കൈമാറി. കൃഷി, എഞ്ചിനീയറിംഗ്, ഫോറസ്ട്രി എന്നീ ഫാക്കൽറ്റികളിലായി 1039 വിദ്യാർത്ഥികളാണ് ഇക്കൊല്ലം സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ്, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ എന്നിവ കരസ്ഥമാക്കിയത്. ഓരോ വിഷയത്തിലും മികച്ച പ്രകടനം നടത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരം ഗവർണറും മന്ത്രിയും ചേർന്ന് വിതരണം ചെയ്തു. സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ഷാക്കിർ ഹുസൈൻ, ഡീൻമാരായ ഡോക്ടർ റോയ് സ്റ്റീഫൻ, ഡോക്ടർ പി ആർ ജയൻ, ഡോക്ടർ ടി കെ കുഞ്ഞാമു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. Minister is here. We can certainly think of this. There are many people in the country where we can ask them to come here, test our soil, what is to be done, get good guidance, and then we have to go for a natural farming, whether it is possible or not. We have got many products here. Let us give some our people in the state pesticide free products, agricultural products, pesticide free. Let us do for this. In coming years, after few years, everybody will say, yes, our Kerala government has given this to us, a good life. We are not eating any poison anymore. That is what we want to do. Today is the day for thinking, rethinking, and reassuring ourselves, redetermining for ourselves. Let us determine and let us reassure ourselves that we are here for the development of our state, development of our society, and whatever society has asked from us, I will be giving back to the society, because society has given me everything that I want. My family has given, my parents have given. Now the time has come to repay them back. That is my job, utmost job, a satisfying job. That is the message, my dear friends, we have to take from here. I congratulate all the students here who have got the degrees. The medals which we have, they were outstanding students, no doubt. But all of you have put your efforts. My congratulations and best wishes are always with you. Whenever you find any necessary or any need, and you need to call the governor or the chancellor, you are free to do that. I am always available. Jai Hind. Nandi. ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് വടക്കുന്നാഥൻ തെക്കേ ഗോപുരനടയിൽ തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു തിരി പൊൻവെട്ടം എന്ന പേരിൽ ലഹരി വിരുദ്ധ സന്ദേശവും പ്രതിജ്ഞയും ദീപപ്രകാശനവും വിവിധ കലാപരിപാടികളോടെ നടന്നു. മുനിസിപ്പൽ ഓഫീസ് റോഡിൽ നിന്നും ലഹരി വിരുദ്ധ സന്ദേശ ബൈക്ക് റാലി ആരംഭിച്ച് വടക്കേ സ്റ്റാൻഡ് സൗത്ത് റിംഗിലെ ലഹരി വിരുദ്ധ സ്തൂപം ചുറ്റി വള്ളിക്കോട്ട് ലൈൻ വഴി സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ച് തെക്കേ ഗോപുരനടയിൽ അവസാനിച്ചു. ജോയിന്റും വേണ്ട, പോയിന്റും വേണ്ട, പറയാം ബ്രോ, നോ ഡ്രഗ് സേവ് ലൈഫ് എന്ന ആപ്തവാക്യത്തോടുകൂടി തെക്കേ ഗോപുരനട മൈതാനത്ത് നടന്ന ചടങ്ങിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ ലഹരി വിരുദ്ധ സന്ദേശം കൈമാറി. കോർക്കാം നമുക്കായി എന്ന പേരിൽ തൃശൂർ സിറ്റി പോലീസ് അവതരിപ്പിച്ച ലഹരിക്കെതിരെയുള്ള ഗാനത്തിന്റെ ഓഡിയോ ലോഞ്ചിങ് ഗാനരചന നിർവഹിച്ച അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷൻ ശങ്കരൻ DIG ഹരിശങ്കറിന് നൽകി നിർവഹിച്ചു. കേരളവർമ്മ കോളേജ്, JPEHS കൂർക്കഞ്ചേരി, നിർമ്മലമാത എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ചടങ്ങിൽ വിവിധ മേഖലയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളും സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരും പങ്കെടുത്തു. ഇന്നലെ വിഷ്ണുദത്ത് റോഡിലെ കുഴിയിൽ വീണ് ഇനി ആരും മരിക്കും. ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാത്ത തൃശൂർ കോർപ്പറേഷൻ മേയർ രാജിവെച്ച് പുറത്തു പോകണമെന്നാവശ്യപ്പെട്ട് BJP കൗൺസിലർമാർ പ്രതീകാത്മക ബലി സമർപ്പണ സമരം നടത്തി. BJP പാർലമെന്റ് പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി മൂക്കിൽ പഞ്ഞിവെച്ച് റോഡപകടത്തിൽ മരിച്ച് പ്രതീകാത്മക ഭൗതിക ശരീരമായി. കൗൺസിലർമാരായ N പ്രസാദ്, ഡോക്ടർ V ആതിര, പൂർണിമ സുരേഷ്, നിജി KG, രാധിക NV എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസമുണ്ടായ MG റോഡിലെ അപകട മരണത്തിൽ BJP പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. തൃശൂർ കോർപ്പറേഷൻ മേയറുടെ ചേംബറിൽ വാഴ നട്ട് യുവമോർച്ച പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷൻ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ മേയറുടെ ചേംബർ ഉപരോധിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റുമാരായ രഘുനാഥ് C മേനോൻ, വിപിൻ ഐനിക്കുന്നത്ത്, BJP സംസ്ഥാന സമിതി അംഗം പ്രിന്റു മഹാദേവ് എന്നിവർ സംസാരിച്ചു.
യുവമോർച്ച ജില്ലാ സെക്രട്ടറി മനു പള്ളത്ത്, നിമേഷ് പല്ലിശ്ശേരി, സുജിത് കൊട്ടനല്ലൂർ, മണ്ഡലം ജനറൽ സെക്രട്ടറി നിമേഷ്, നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി. പീച്ചി ഡാം നാളെ തുറക്കും. നിലവിൽ 75.90 മീറ്ററാണ് ജലനിരപ്പ്. 76.02 മീറ്ററാണ് ഷട്ടർ നിരപ്പ്. മൊത്തം ജലസംഭരണ ശേഷിയുടെ 58% വെള്ളം അണക്കെട്ടിലുണ്ട്. പരമാവധി ജലനിരപ്പ് 79.25 മീറ്ററാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 70.20 മീറ്ററായിരുന്നു ജലനിരപ്പ്. ഒരാഴ്ചക്കിടയിൽ 2.5 മീറ്റർ ജലനിരപ്പ് ഉയർന്നു. വൃഷ്ടിപ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകൾ സജീവമായതിനാൽ മഴ കുറഞ്ഞാലും വരും ദിവസങ്ങളിലും ജലനിരപ്പ് ക്രമാനുഗതമായി ഉയരും. കഴിഞ്ഞ ഒരാഴ്ചയിൽ 250 മില്ലിമീറ്റർ മഴയാണ് പീച്ചി മേഖലയിൽ പെയ്തത്. ജലനിരപ്പ് സംബന്ധിച്ച കണക്ക് ഇറിഗേഷൻ അധികൃതർ ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. MG റോഡിന്റെ ശോചനീയാവസ്ഥയിൽ നിരന്തരമായി തുടരുന്ന വാഹനാപകടങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MG റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. തൃശൂർ യോജന കമ്മിറ്റി പ്രസിഡന്റ് സുമേഷ്, ജില്ലാ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ വിഷ്ണു ചന്ദ്രൻ, സൂരജ് CS, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഡൽജിൻ ഷാജു, ജനറൽ സെക്രട്ടറി നിഖിൽ വടക്കൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ശ്രീറാം ശ്രീധർ, സൗരാഗ്, അമൽ ജെയിംസ്, ലിയാസ് ബാബു, ആന്റണി, ഷമീർ, അരുൺ, സജീഷ് ഈച്ചിറത്ത്, കോൺഗ്രസ് തൃശൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അമൽ ഖാൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അനീഷ് ആന്റണി എന്നിവർ പങ്കെടുത്തു. ലഹരിക്കെതിരെ ഫുട്ബോൾ മത്സരം. തൃശൂർ സിറ്റി പോലീസ് ജേതാക്കൾ. ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് ലഹരി വിരുദ്ധ സന്ദേശം പകരുന്നതിനായി കാൽപന്താണ് ലഹരി എന്ന ആപ്തവാക്യവുമായി തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് നടന്ന ഫുട്ബോൾ മത്സരത്തിൽ തൃശൂർ സിറ്റി പോലീസ് വിന്നേഴ്സ് ട്രോഫിയും എക്സൈസ് വകുപ്പ് റണ്ണേഴ്സ് അപ്പ് ട്രോഫിയും കരസ്ഥമാക്കി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ ഉദ്ഘാടനം ചെയ്ത മത്സരത്തിൽ തൃശൂർ പ്രസ് ക്ലബ്, തൃശൂർ സിറ്റി പോലീസ്, തൃശൂർ എക്സൈസ് ഡിവിഷൻ, തൃശൂർ കോർപ്പറേഷൻ എന്നീ 4 ടീമുകളാണ് പങ്കെടുത്തത്. കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ മഹേന്ദ്ര, ഇൻസാഫ് ബാങ്ക് ഓഫീസർ ഷനോയ് എന്നിവർ ചേർന്ന് വിജയികൾക്ക് ട്രോഫി വിതരണം ചെയ്തു. നാർക്കോട്ടിക് സെൽ തൃശൂർ സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സനീഷ് ബാബു നന്ദി പറഞ്ഞു. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ തകർക്കുവാൻ ഇടതു സർക്കാർ ശ്രമിക്കുന്നുവെന്ന് സുന്ദരൻ കുന്നത്തുള്ളി. കേരള സംസ്ഥാന മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ INTUC സംസ്ഥാന ഏകദിന ശില്പശാല തൃശൂർ K. കരുണാകരൻ സ്മാരക ഹാളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചും ജില്ലാതല ഉപദേശക സമിതികളുടെ പ്രവർത്തനം മരവിപ്പിച്ചും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ തകർക്കാനുള്ള സർക്കാർ നീക്കത്തെ ചെറുക്കണമെന്നും ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു. 4000 കോടി രൂപ ആസ്തിയുള്ള ക്ഷേമ ബോർഡിന്റെ പണം സർക്കാരിന്റെ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ INTUC സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിഷ് മലയാലപ്പുഴ അധ്യക്ഷത വഹിച്ചു. VP ഫിറോസ്, AP ജോൺ, ഉമ്മർ കൊണ്ടാട്ടിൽ, AT ജോസ്, VA ഷംസുദ്ദീൻ, K. ഷാജി, KP ജോഷി, പുത്തൻപള്ളി നിസാർ, U. അശോക് കുമാർ, നാരായണൻകുട്ടി, AT ജോസ്, ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ അനാസ്ഥ മൂലം റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ ഒരു ജീവൻ കൂടി കുരുതി കൊടുത്തു. ഈ കൊടും ക്രൂരതയ്ക്കെതിരെ തൃശൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ 10 മണിക്ക് കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് തെക്കേ ഗോപുരനടയിൽ നിന്നും ആരംഭിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. അത് വിശദമായി അച്ചടിച്ചു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? അതിന്റെ ഉത്തരവാദി ബഹുമാന്യനായ മേയറാണെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. ഇന്ന് മേയറെ സംബന്ധിച്ചിടത്തോളം ഈ കോർപ്പറേഷന്റെ മേയറായിരിക്കുമ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മഴക്കാലത്തെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ഈ പ്രാവശ്യം നേരത്തെ കാലവർഷം എത്തുന്നു എന്ന് ഏപ്രിൽ മാസത്തിൽ കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ഈ കാലവർഷം എത്തുന്നതിന് മുൻപ് ഈ നഗരത്തിലെ റോഡുകൾ നന്നാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കേവലം മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഗവർണറും കടന്നു പോകുന്ന വഴികളിൽ മാത്രം താൽക്കാലികമായുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ട് നഗരത്തിലെ നിവാസികളെന്ന് ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലേക്ക് ബഹുമാനപ്പെട്ട മേയറും
ഭരണസമിതിയും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇന്ന് നഗരത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള റോഡുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ വെച്ച് മുന്നോട്ട് പോകുകയാണ്. സാധാരണക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കുട്ടികൾക്ക് യഥാസമയം സ്കൂളുകളിലും കോളേജുകളിലും എത്താൻ പറ്റുന്നില്ല. ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ യഥാസമയം എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്നിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ ബഹുമാനപ്പെട്ട മേയർക്ക് സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിർഭാഗ്യവശാൽ ഈ നഗരപിതാവ് എന്ന് പറയുന്ന മാന്യൻ ഇന്ന് ഗോവയിലേക്ക് ടൂർ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മേയറായിരിക്കുന്ന തൃശൂർ നഗരസഭയുടെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്കൊന്ന് മാത്രമാണ് പറയാനുള്ളത്. ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഈ നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നഗരത്തിലൂടെ സഞ്ചരിക്കുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഈ മാർച്ച് നടത്തുന്നതിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. ഇന്ന് മേയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നഗരത്തിലെ റോഡുകളിൽ ചതിക്കുഴികൾ ഒരുക്കിക്കൊണ്ട് മരണക്കെണി വെച്ചിരിക്കുന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. നിങ്ങൾ പരിശോധിക്കണം. എല്ലാ റോഡുകളിലും ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ ഉണ്ടായിരിക്കുന്നു. മനുഷ്യക്കുരുതിയുടെ കളമായി മാറ്റി മേയർ നഗരത്തിലെ റോഡുകളിൽ ഇതവർക്ക് നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഒരു ഡിവൈഎഫ്ഐക്കാരനെയും ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനെയും ഇതിനെതിരെയുള്ള സമരത്തിന് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഇന്ന് ജനങ്ങളേറെ പ്രയാസപ്പെടുന്നു. ഇന്ന് ജില്ലയിലെമ്പാടും ഇതുതന്നെയാണ് സ്ഥിതി. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി റോട്ടറി ക്ലബ്ബ് 2024-25 വർഷത്തിൽ തിളക്കമാർന്ന നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ഭവനങ്ങൾ ഇല്ലാത്തവർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയും നിർധനർക്ക് പല രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ നൽകിയും തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചും മച്ചാട് സാന്ത്വനം പാലിയേറ്റീവ് കെയറുമായി ചേർന്ന് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തിയും തിളക്കമാർന്ന നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ 2024-25 വർഷത്തിൽ നടത്തിയതായി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് വി സുരേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. റോട്ടറി ക്ലബ്ബും കച്ചോസെപ്പ് ചിറ്റിലപ്പള്ളിയും ചേർന്ന് കൈകാലുകൾ തളർന്ന റെന്നി എന്ന വ്യക്തിക്ക് വീട് നിർമ്മിച്ചു നൽകും. അതാണ് റോട്ടറി ക്ലബിൻ്റെ ഈ വർഷത്തെ ഡ്രീം പ്രോജക്റ്റ്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA
30 രാവിലെ 10 താക്കോൽ ദാനം നിർവഹിക്കും. ജോഷി ചാക്കോ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ഈ വർഷത്തെ റോട്ടറിയുടെ ബെസ്റ്റ് അച്ചീവ്മെന്റ് അവാർഡ് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്തിനും ഡെപ്യൂട്ടി കളക്ടർ ജയന്തി വത്സലിനും ഓട്ടുപാറ ഡെലീസയിൽ വെച്ച് 30 നൽകും. വൈകിട്ട് 7 റോട്ടറിയുടെ പുതിയ ഭാരവാഹികൾ അധികാരമേൽക്കും. റോട്ടറി പ്രസിഡന്റായി അഡ്വക്കേറ്റ് ഹരിഹരനും സെക്രട്ടറിയായി TG ശരത്തും ട്രഷററായി ബേബിയും ചുമതലയേൽക്കും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഹരിഹരൻ, TG ശരത്, CK ദാസ്, C വിജയൻ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ മാന്നാമംഗലം കട്ടിംഗ് റോഡിലേക്ക് വൻ മരം കടപുഴകി വീണു. ഏറെ നേരം വാഹന ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. മാന്നാമംഗലം കട്ടിംഗ് റോഡിലെ കള്ളുഷാപ്പിന് സമീപത്താണ് വ്യാഴാഴ്ച രാത്രി 8 മണിയോടെ വൻ മരം കടപുഴകി വീണത്. പീച്ചി ഇറിഗേഷൻ കനാൽ ബണ്ടിൽ നിന്നിരുന്ന വലിയ മലവേപ്പ് മരമാണ് കടപുഴകി കനാൽ ബണ്ട് റോഡിനും മാന്നാമംഗലം കട്ടിംഗ് റോഡിനും കുറുകെ വീണത്. ഇതോടെ 2 റോഡുകളിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കൂടാതെ സമീപത്തെ വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞു വീണതോടെ പ്രദേശത്തെ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാ സേന നാട്ടുകാരുടെ സഹായത്താൽ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ശക്തമായ മഴയും വെളിച്ചക്കുറവും മരം മുറിച്ചു നീക്കാൻ പ്രതിസന്ധി സൃഷ്ടിച്ചു. അഗ്നിരക്ഷാ സേന സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺ കുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പ്രജീഷ് PK, സന്ദീപ് CS, ജിമോദ് VV, ബിജോയ് I, ബിനോദൻ, ഹോംഗാർഡ് സാജൻ എന്നിവർ ചേർന്നാണ് മരം മുറിച്ചു മാറ്റിയത്. വൈദ്യുതി വകുപ്പ് ജീവനക്കാരും ഉള്ളൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ശക്തമായ മഴയിൽ കൊടകരയിൽ പഴയ ഇരുനില കെട്ടിടത്തിന്റെ മുൻഭാഗം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 3 അതിഥി തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. പശ്ചിമ ബംഗാൾ സ്വദേശികളായ രൂപേൽ, രാഹുൽ, അലി എന്നിവരാണ് മരിച്ചത്. അഗ്നിരക്ഷാ സേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. വർഷങ്ങളായി അതിഥി തൊഴിലാളികൾക്ക് വാടക കൊടുക്കുന്ന ഇരുനില കെട്ടിടമാണ് തകർന്നത്. ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച കെട്ടിടം കനത്ത മഴയെ തുടർന്നാണ് തകർന്നു വീണത്. കെട്ടിടത്തിൽ 17 പേരാണ് താമസിച്ചിരുന്നത്. തൊഴിലാളികൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് വേണ്ടി ഇറങ്ങുന്നതിനിടയിലാണ് കെട്ടിടം ഇടിഞ്ഞു വീണത്. കെട്ടിടം തകർന്നതോടെ ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. കെട്ടിടത്തിന്റെ അടിയിൽ കുടുങ്ങിയ 3 പേരെയും മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനു ശേഷമാണ് പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ച 3 പേരുടെയും മൃതദേഹം നാട്ടിലെത്തിക്കാനും അർഹമായ നഷ്ടപരിഹാരം നൽകാനും സർക്കാർ സംവിധാനം ഒരുക്കുമെന്നും ജില്ലാ ലേബർ ക്യാമ്പുകളിൽ അപകടാവസ്ഥ ഉണ്ടോ എന്ന് ഉടൻ പരിശോധന നടത്തണമെന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. തൃശൂർ ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ചേർപ്പ്, കൊടകര, മുല്ലശ്ശേരി, തളിക്കുളം, വടക്കാഞ്ചേരി എന്നീ 5 ബ്ലോക്കുകളിൽ രാത്രികാലങ്ങളിൽ കർഷകന്റെ വീട്ടുപടിക്കൽ അത്യാഹിത മൃഗചികിത്സാ സേവനം നൽകുന്നതിന് വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ വെറ്റിനറി സർജന്മാരെ താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. 90-ൽ കുറവ് ദിവസത്തേക്കായിരിക്കും നിയമനം. വെറ്റിനറി സയൻസിൽ ബിരുദം, വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷൻ എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർക്കാർ ഉത്തരവ് പ്രകാരം വേതനം നൽകും. താൽപ്പര്യമുള്ളവർ തൃശൂർ അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ ഓഫീസിൽ ജൂലൈ മാസം 3-ന് രാവിലെ 10:30-ന് ബന്ധപ്പെട്ട രേഖകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0487-236-1216. ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിന് ശനിയാഴ്ച തുടക്കമാകും. ജൂലൈ 2 വരെയാണ് തൃശൂരിൽ ചാമ്പ്യൻഷിപ്പ് അരങ്ങേറുക. ദീർഘകാലത്തിന് ശേഷമാണ് ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിന് തൃശൂർ വീണ്ടും വേദിയാകുന്നത്. ജൂൺ 28 മുതൽ ജൂൺ 2 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അരങ്ങേറുക. സബ് ജൂനിയർ, ജൂനിയർ, യൂത്ത്, സീനിയർ, മാസ്റ്റേഴ്സ്, ഫിസിക്കലി ഡിസേബിൾഡ് എന്നീ വിഭാഗങ്ങളിൽ പുരുഷ വനിതാ വിഭാഗത്തിൽ നടക്കുന്ന മത്സരത്തിൽ 24 സംസ്ഥാനങ്ങളിൽ നിന്നും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി ഏകദേശം 2500ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. 200ഓളം ഒഫീഷ്യൽസാണ് മത്സരം നിയന്ത്രിക്കുക. 30 വർഷമായി പുരുഷ വിഭാഗത്തിലും 12 വർഷമായി വനിതാ വിഭാഗത്തിലും കേരളമാണ് ചാമ്പ്യന്മാർ. ദേശീയ, അന്തർദേശീയ താരങ്ങളും നിരവധി പ്രമുഖരും മത്സര ദിവസങ്ങളിൽ സന്നിഹിതരാകും. തൃശൂർ വൈറ്റ് പാലസ് ഹോട്ടലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേരള ആം റെസ്ലിംഗ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോജി എളൂർ,
ടൂർണമെന്റ് ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ജോഷി ഫ്രാൻസിസ്, തൃശൂർ ജില്ലാ സെക്രട്ടറി ജയമോൻ അന്തിക്കാട്, ടൂർണമെന്റ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ PA ഹസൻ, ദേശീയ താരങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഈ മാമാങ്കത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളമാണ് കഴിഞ്ഞ 30 വർഷമായി ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 12 വർഷമായി വനിതാ വിഭാഗത്തിലും കേരളമാണ് ചാമ്പ്യൻ പട്ടം ദേശീയ തലത്തിൽ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം 29-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാന സ്പോർട്സ് മന്ത്രി ശ്രീ വി അബ്ദുൽ റഹ്മാൻ സാറ് നിർവഹിക്കുന്നതാണ്. തദവസരത്തിൽ നമ്മുടെ MP രാധാകൃഷ്ണൻ സാറ് ഉണ്ടായിരിക്കുന്നതാണ്. 30-ാം തീയതി വൈകിട്ട് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ യു ഷറഫ് അലി ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുത്ത് അന്നത്തെ മത്സരത്തിലെ വിജയിക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ജൂലൈ 1-ാം തീയതി ഇതിന്റെ സമാപന സമ്മേളനം നമ്മുടെ തൃശൂർ MLA P. ബാലേന്ദ്രൻ അവർ നിർവഹിക്കുന്നതും തുടർന്ന് സമ്മാനദാനം നിർവഹിക്കുന്നതുമാണ്. 29-ാം തീയതി നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ കേരള ആം റെസ്ലിംഗ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അജു ജേക്കബ്, അതോടൊപ്പം തന്നെ ദേശീയ പഞ്ചഗുസ്തി അസോസിയേഷൻ നാഷണൽ ഫെഡറേഷൻ ഓഫ് പീപ്പിൾസ് ആം റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉപദേഷ്ടാവ് പർവീൺ ദബാസ് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. തെക്കുംകര ട്രിച്ചി NIT-യിൽ നിന്നും M.Tech കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 1-ാം റാങ്ക് നേടിയ പഴയന്നൂപ്പാടം പേരയിൽ താമസിക്കുന്ന പുലയത്ത് മാത്യു ഷേർലി ദമ്പതികളുടെ മകൾ ഫെബിൻ മാത്യുവിനെ തെക്കുംകര CT ദേവസി സ്മാരക ട്രസ്റ്റ് ഭാരവാഹികൾ അനുമോദിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു ഉപഹാരം നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈബി ജോൺസൺ, ട്രസ്റ്റ് ഭാരവാഹികളായ TA ശങ്കരൻ, AR കൃഷ്ണൻകുട്ടി, K ചന്ദ്രശേഖരൻ, തോമസ് പുത്തൂർ, TV പൗലൂസ്, EG ജോജു, അനീഷ് കണ്ടമാട്ടിൽ, PK മോഹനൻ തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. സഹപ്രവർത്തകരെ, നമുക്കേറെ അഭിമാനമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ പഴയന്നൂപ്പാടം വാർഡിൽപ്പെട്ട പുലയത്ത് മാത്യു ഷെർലി ദമ്പതികളുടെ മകൾ ഫെബി മാത്യു ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ സന്തോഷത്തിൽ പങ്കുചേരാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ട്രിച്ചി NIT-യിൽ നിന്നും കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 1-ാം റാങ്കോടുകൂടി പാസ്സായിട്ടുള്ള ഫെബി മാത്യുവിനെ CT ദേവസി സ്മാരക ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളിന്ന് ആദരിക്കുന്നത്. നമുക്കേറെ അടുപ്പമുള്ള, നമ്മളുമായി നന്നായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കുടുംബമാണ് ശ്രീ മത്തായി ചേട്ടൻ്റെ കുടുംബം. ഞാനിവിടെ 5 വർഷക്കാലം ഈ വാർഡിലെ പ്രതികരിച്ച പഞ്ചായത്ത് മെമ്പറായിരുന്നു. വളരെയേറെ സൗഹൃദവും ബന്ധവും ഒക്കെ എല്ലാ കാലത്തും ഞാനുമായി പങ്കുവച്ചിട്ടുള്ള ആളാണ് ശ്രീ മത്തായി ചേട്ടൻ. പ്രത്യേകിച്ച് പുലയത്ത് ഫാമിലിയുമായി ഏറെ അടുപ്പം പുലർത്തിപ്പോരുന്ന നമ്മുടെ പ്രസ്ഥാനമാണെങ്കിലും നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഏറെ സൗഹൃദവും സ്നേഹവും ഒക്കെ പുലർത്തിപ്പോരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അനുമോദനം നൽകാൻ ഏറെ സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി വലിയ അഭിമാനമുണ്ട്. ഹൃദ്യമായ ഒരു ചടങ്ങാണെങ്കിൽ പോലും ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ MG റോഡിലെ ഓവർബ്രിഡ്ജിനടുത്തുള്ള കോട്ടപ്പുറം ഭാഗത്ത് കുഴിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ അപകടമുണ്ടായി മരണമടഞ്ഞ സഹോദരന് വേണ്ടി പ്രതിഷേധ ധർണ നടന്നു. തൃശൂർ കോർപ്പറേഷൻ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്കൽ ആവശ്യപ്പെട്ടു. പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം അനുസരിച്ച് കോർപ്പറേഷനിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ മേയറെന്നോ വ്യത്യാസമില്ല. എല്ലാവരും യോജിച്ച് കോർപ്പറേഷന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന സമര നാടകങ്ങളിൽ നിന്നും എല്ലാ നിലവിലുള്ള കോർപ്പറേഷൻ കൗൺസിലർമാരും പിന്തിരിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ റാഫേൽ ടോണി, റാണി ആൻഡോ എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ സ്വാഗതവും ജില്ലാ സെക്രട്ടറി ബിന്നി പൊന്തേക്കൻ നന്ദിയും പറഞ്ഞു. തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് റോയ് പുറനാട്ടുകര, സെക്രട്ടറി സേവ്യർ ചിറ്റ്ലപ്പള്ളി, സംസ്ഥാന സോഷ്യൽ മീഡിയ വൈസ് പ്രസിഡന്റ് ആൻസൺ ജോൺ, വനിതാ വിംഗ് പ്രസിഡന്റ് ഷീബ മോഹൻ എന്നിവർ നേതൃത്വം നൽകി. തലോരിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വഴിയാത്രക്കാരിയായ യുവതി മരിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30-ഓടെയാണ് സംഭവം.
തലൂർ സ്വദേശി അരിക്കാടൻ വീട്ടിൽ ജോസിയുടെ ഭാര്യ 43 വയസ്സുള്ള ഡാലി തോമസ് ആണ് മരിച്ചത്. ഡാലിയുടെ മകൾ അന്നയ്ക്കും ലോറി ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. ഡാലിയും മകളും നടന്നു പോകുന്നതിനിടെയാണ് അപകടം. കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഡാലിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 അപകടം. തൈക്കാട്ടുശ്ശേരി ഭാഗത്തു നിന്നും സംസ്ഥാന പാതയിലേക്ക് തിരിഞ്ഞ ലോറി തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന മറ്റൊരു ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഒരു ലോറി വഴിയാത്രക്കാരായ ഡാലിയെയും മകളെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ കടയിൽ നിന്നും നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സാണ് ഡാലി. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ ആരംഭിച്ചു. ഓൺലൈൻ ഷെയർ ട്രേഡ് തട്ടിപ്പിൽ 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഏജന്റായി പ്രവർത്തിച്ച പ്രതി റിമാൻഡിൽ. ഷെയർ ട്രേഡിംഗിൽ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ കിഴുത്താണി സ്വദേശിയിൽ നിന്ന് 1,34,50,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിലാണ് വയനാട് വൈത്തിരി ചൂണ്ടൽ സ്വദേശി ചാലാമ്പാട്ടിൽ ഷനൂദ് എന്നയാളെ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കണോമിക്സ് ടൈംസ് പത്രത്തിലെ ഷെയർ ട്രേഡിംഗ് പരസ്യം കണ്ട് ആകൃഷ്ടനായ പരാതിക്കാരനെ ഷെയർ ട്രേഡിങ്ങിനായി ലിങ്കും നിർദ്ദേശങ്ങളും ഗ്രൂപ്പ് അഡ്മിന്മാർ പല ദിവസങ്ങളിലായി അയച്ചു കൊടുത്ത് ഷെയർ ട്രേഡിംഗ് നടത്തിച്ചതിൽ 2024 സെപ്റ്റംബർ 27 മുതൽ 2024 ഒക്ടോബർ 31 വരെയുള്ള കാലയളവുകളിലായാണ് തൃശൂർ, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലേക്കുള്ള ബാങ്കുകളിൽ നിന്ന് പല തവണകളായി പരാതിക്കാരൻ പണം പ്രതികളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു നൽകിയത്. ഈ പണത്തിൽ ഉൾപ്പെട്ട 14 ലക്ഷം രൂപ ഷനൂദിൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയതായും ഈ തുകയിൽ നിന്നും 4 ലക്ഷം രൂപ ഷനൂദ് മലപ്പുറത്തുള്ള ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങിയതായും കണ്ടെത്തിയിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, SI-മാരായ രമ്യ കാർത്തികേയൻ, അശോകൻ, സുജിത്, ടെലികമ്മ്യൂണിക്കേഷൻ CPO-മാരായ സുദീപ്, പ്രവീൺ രാജ്, ഡ്രൈവർ CPO അനന്തു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥികൾ തൊഴിൽ ദാതാക്കളാകണമെന്ന് ഗവർണർ. കാർഷിക സർവകലാശാല ബിരുദദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ. MG റോഡിലെ അപകട മരണം, കോൺഗ്രസ് BJP പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം. പുത്തൂർ മാന്നാമംഗലം റോഡിൽ കട്ടിങ്ങിൽ റോഡിലേക്ക് വൻ മരം കടപുഴകി വീണ വാഹന ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. പീച്ചി അണക്കെട്ടിലെ ജലസംഭരണ നിരപ്പ് 75.90 മീറ്റർ എത്തിയതിനാൽ 29-ന് ജലം തുറന്നുവിടുമെന്ന് അധികൃതർ. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.